വിശദമായ വാർത്തകളിലേക്ക്. സോളാർ കേസിൽ സർക്കാരിന്റെ പകപോക്കൽ നടപടി. സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് സിവിൽ പോലീസ് ഓഫീസർ നിജേഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ പീപ്പിൾ ടിവിക്ക് ചോർത്തി നൽകിയെന്നാണ് ഉദ്യോഗസ്ഥനെതിരായ ആരോപണം. ഇത്തരം നടപടി സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പി വി കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നു. കുട്ടൻ, കൂടുതൽ വിവരങ്ങളിലേക്ക്. കുട്ടൻ. രശ്മി, കണ്ണൂർ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ നിജേഷിനെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടാൻ വേണ്ടി, സേനയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിജേഷ് ഇപ്പോൾ നേരത്തെ തന്നെ തലശ്ശേരിയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട് തൃശ്ശൂരിലെ പാവറട്ടി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 2013 ജൂൺ 11 പീപ്പിൾ ടിവിയാണ് വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. സരിത എസ് നായർ സോളാർ തട്ടിപ്പ് കേസിലെ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സരിത നായർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അനുചര വൃന്ദവുമായി നിരന്തരം ഫോൺ വഴി ബന്ധപ്പെടുന്നതിന്റെ വിശദാംശങ്ങൾ, ആ ഫോൺ കോൾ വിശദാംശങ്ങളാണ് അന്ന് പീപ്പിൾ ടി വി പുറത്തുവിട്ടത്. ഈ വിവരങ്ങൾ പീപ്പിൾ ടി വിക്ക് നൽകിയത് നിജേഷാണ് എന്നാണ് അന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് ആരോപിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ തലശ്ശേരി മലബാർ മേഖലയിലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് തലശ്ശേരി രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു, അതിലെ അംഗമായിരുന്നു നിജേഷ്. അദ്ദേഹം ഈ വിവരങ്ങൾ പീപ്പിൾ ടി വിക്ക് ചോർത്തി നൽകിയെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അതുമായി ബന്ധപ്പെട്ട് ആ കാലം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ നിരന്തരമായ അന്വേഷണങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ ചോർത്തി നൽകിയത് നിജേഷാണ് എന്ന് ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ചില കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപ്പോൾ തന്നെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നിജേഷിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ പ്രമാദമായ, കേരളവും ഇന്ത്യയും വളരെ പ്രമാദമായ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കേസാണ്, തട്ടിപ്പ് കേസാണ് സോളാർ തട്ടിപ്പ്. കോൺഗ്രസ് നേതാക്കളുടെ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രതിച്ഛായ തന്നെ തകർത്ത ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ പീപ്പിൾ ടിവിയുമായി ബന്ധപ്പെട്ടു എന്ന് സംശയമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ശത്രുതാപരമായ നടപടികളായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായ സരിത നായർ, ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായ സലിം രാജ്, അതുപോലെ തന്നെ ജിക്കുമോൻ, ജോപ്പൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരെല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് വിലസുമ്പോഴാണ് ഈ കേസിൽ വളരെ നിർണായകമായ അന്വേഷണത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും സംസ്ഥാനത്ത് തന്നെ കണ്ണൂർ ജില്ലയിൽ നടന്ന വളരെ പ്രമാദമായ കേസുകളടക്കം തെളിയിച്ച നല്ല സത്യസന്ധനായ ഉദ്യോഗസ്ഥരെന്ന് പേരുകേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സന്തോഷ് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ സരിത നായരുമായി നിരന്തരം ബന്ധപ്പെടുകയും സരിതയ്ക്ക് ഈ കേസുമായി തലശ്ശേരിയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും സരിത നായർക്ക് കൈമാറിയത് സന്തോഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു. ആ സന്തോഷ് സരിതയുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഫോൺ കോൾ വിശദാംശങ്ങളും അത് സംബന്ധിച്ച വാർത്തയും പീപ്പിൾ ടി വി ആ ഘട്ടത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കുറ്റക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത സന്തോഷ് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ അടക്കം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വളരെ സുരക്ഷിതമായി നിൽക്കുമ്പോഴാണ് സത്യസന്ധനായ ഈ കേസിൽ നിർണായകമായ പങ്കുവഹിച്ച നിജേഷിനെ ഇപ്പോൾ സേനയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനമുണ്ടായിരിക്കുന്നത്. രശ്മി. കുട്ടൻ, ഈ പിരിച്ചുവിടൽ നോട്ടീസിൽ വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ടോ? അതിൽ ഇത് കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? രശ്മി, നേരത്തെ തന്നെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2013 ജൂൺ 11 പീപ്പിൾ ടി വി സോളാർ വാർത്ത പുറത്തുവിട്ട അന്ന് മുതൽ തന്നെ നിജേഷിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആഭ്യന്തര വകുപ്പിൽ നിന്നും പ്രത്യേകിച്ച് കണ്ണൂർ പോലീസിൽ നിന്നും ഉണ്ടായത്. ഇതിന് പിന്നെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ നിജേഷിന് കൊടുത്ത കുറ്റപത്രത്തിനകത്ത്, നേരത്തെയും കൊടുത്ത കുറ്റപത്രത്തിനകത്ത് ഈ സോളാർ വാർത്ത പുറത്തു കൊണ്ടുവന്ന പീപ്പിൾ ടി വിയുടെ റിപ്പോർട്ടറോട് നിരന്തരം ഫോണിൽ സംസാരിച്ചു എന്നുള്ള ഒറ്റ കുറ്റം മാത്രമാണ് ഇതിനകത്ത് ചാർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധമുണ്ടാവും. മറ്റ് നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളെയൊക്കെ ആ ഘട്ടത്തിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അവരൊന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു തരത്തിലെ ബന്ധവുമില്ല എന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. നിജേഷ് ബന്ധപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. നേരെ അത് യഥാർത്ഥത്തിൽ അവിടെ അന്ന് കുട്ടൻ, ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പോ പോലീസ് മേധാവികളോ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ?
ലക്ഷ്മി, ഇത് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഉത്തരവ് ഏതാണ്ട് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമായിരുന്നു. എന്നാൽ നിജേഷ്, കണ്ണൂർ SP നിജേഷ് ഇപ്പോൾ തൃശ്ശൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടേക്ക് ഈ ഉത്തരവ് അയച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെയോ ആഭ്യന്തരമന്ത്രിയുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും തന്നെ പ്രതികരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ അവർക്ക് പ്രതികരിക്കേണ്ടി വരും. ലക്ഷ്മി, ബാർക്കോഴ കേസിൽ KM മാണിക്കും വിജിലൻസിനും മേൽ കുരുക്കുമുറുകി. മാണിയെ കുറ്റവിമുക്തനാക്കാൻ വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്ന വിജിലൻസ് ഡയറക്ടറുടെ വാദം കോടതി തള്ളി. സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയത് തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ബാർക്കോഴ കേസിൽ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക വിജിലൻസ് കോടതിയിൽ നടക്കുന്ന വാദത്തിനിടെയായിരുന്നു കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾക്ക് കടകവിരുദ്ധമായിട്ടാണ് വിജിലൻസ് ഡയറക്ടറുടെ നിഗമനങ്ങളെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് വിൻസെന്റ് പോളിന്റെ അഭിപ്രായം മാത്രമെന്നായിരുന്നു വിജിലൻസ് അഭിഭാഷകന്റെ വാദം. ഈ ഘട്ടത്തിലായിരുന്നു കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത്. ഇത് വിൻസെന്റ് പോളിന്റെ അഭിപ്രായമായി കണക്കാക്കാനാവില്ലെന്നും മാണിയെ കുറ്റവിമുക്തനാക്കാൻ തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയതെന്നും കവറിംഗ് ലെറ്ററിൽ ഇക്കാര്യം വ്യക്തമാണെന്നും കോടതി വാക്കാൽ പരാമർശം നടത്തി. അമ്പിളിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും അമ്പിളി ആസൂത്രിത സാക്ഷിയാണെന്നും വിജിലൻസിന്റെ അഭിഭാഷകൻ കുറ്റപ്പെടുത്തിയതിനോടും കോടതി വിയോജിച്ചു. ശാസ്ത്രീയ തെളിവുകൾ അമ്പിളിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതായും കോടതി അഭിപ്രായപ്പെട്ടു. ഡയറക്ടർ വിൻസെന്റ് പോളിനും SP R സുകേഷിനും അന്വേഷണത്തിൽ തുല്യ അധികാരമെന്ന വാദവും കോടതി തള്ളി. അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല SP R സുകേഷിന് തന്നെയെന്നും കോടതി പരാമർശം നടത്തി. സ്വകാര്യ അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയത് തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിൽ നിർത്തിയാണ് ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും താജ് കോറിഡോർ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി LDF കൺവീനറുടെ അഭിഭാഷകൻ M രാജഗോപാൽ വാദിച്ചു. മാണിക്ക് പണം കൊടുക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് 3 തവണയും ബാർ ഉടമകൾ പണം പിരിച്ചതെന്നും ഇത് ശക്തമായ സാഹചര്യ തെളിവാണെന്നും VS സുനിൽകുമാറിൻ്റെ അഭിഭാഷക സൂര്യ ബിനോയും വാദിച്ചു. ബിജു രമേശിൻ്റെ അഭിഭാഷകൻ അവധി അപേക്ഷ നൽകിയതിനാൽ വാദത്തിനായി മറ്റൊരു ദിവസം അനുവദിക്കും. വിജിലൻസിൻ്റെ അഭിഭാഷകൻ VV ശശീന്ദ്രൻ്റെ വാദം നാളെയും തുടരും. S ജീവൻകുമാർ, തിരുവനന്തപുരം. സത്യം ജയിക്കുമെന്ന ബിജു രമേശ് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. വിൻസെന്റ് പോൾ സാർ തന്നെയാണ് K ബാബുവിന്റെ അന്വേഷണത്തിന് ഞാൻ ഉച്ചവരെ മൊഴി കൊടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിൻസെന്റ് പോൾ സാർ അദ്ദേഹം നമ്മുടെയൊക്കെ ധാരണയിലുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഏതൊരു മനുഷ്യനെ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നുള്ളതിന് അവർ വഴങ്ങും എന്നുള്ളതിന്റെ ഇതാണ്. വിൻസെന്റ് പോൾ സാറിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് ഈ കേസിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് പോളിന് കോടിയേരിയുടെ രൂക്ഷ വിമർശനം. വിൻസെന്റ് പോളിന്റെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൂക്കണമെന്നും സർക്കാർ നിലനിൽക്കുന്നത് വിൻസെന്റ് പോളിന്റെ ബലത്തിലാണെന്നും കോടിയേരി പറഞ്ഞു. വിൻസെന്റ് പോൾ സർക്കാരിന്റെ സംരക്ഷകനെന്നും LDF പറഞ്ഞുകൊണ്ടിരുന്നതാണ് കോടതി ഇന്ന് ശരിവെച്ചതെന്നും കോടിയേരി പ്രതികരിച്ചു. ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കേസ് തന്നെ ചാർജ് ചെയ്യാൻ പാടില്ല, കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇടപെട്ടത് മന്ത്രിസഭയെ രക്ഷിക്കാനാണ്. ഈ ഗവൺമെൻറ് ഇപ്പോൾ നിലനിൽക്കുന്നത് വിൻസെന്റ് പോളിൻ്റെ ബലത്തിലാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി തട്ടിക്കൂട്ടി തയ്യാറായി കൊടുത്തൊരു നിയമവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശമാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. ഇത് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണത്തോടു കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സംരക്ഷകനാണ് ഇന്ന് വിജിലൻസ് ഡയറക്ടർ. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൂക്കേണ്ടുന്ന ഫോട്ടോ വിൻസെന്റ് പോളിൻ്റെ ഫോട്ടോ ആണ്. ഈ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷകൻ എന്നൊരു ഫോട്ടോ വിജിലൻസ് ഡയറക്ടർ തൂക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കമ്മീഷനെ വെച്ച് മന്ത്രിമാരെ രക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും ഇതിനാണിപ്പോൾ തിരിച്ചടി കിട്ടിയതെന്നും VS അച്യുതാനന്ദൻ. മാണിക്കെതിരെ നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും ചെന്നിത്തലയുമാണെന്നും VS പറഞ്ഞു. വിജിലൻസിന്റെ ഏറ്റവും മൂത്ത ഒരു അന്വേഷണ സംഘത്തിന്റെ നേതാവാണ് വിൻസെന്റ് പോൾ. ഓരോ അന്വേഷണ കമ്മീഷനെയും ഉപയോഗിച്ച് അഴിമതിക്കാരെ രക്ഷിച്ചു പോരുന്ന സമീപനമാണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരായിട്ടുള്ള ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ പ്രത്യക്ഷമായ തെളിവാണ് വിൻസെന്റ് പോളിനെ ഇപ്പോൾ കോടതി ആക്ഷേപിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ചെന്ന് തറയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ചങ്കിനാണ്. സിനിമാ പരസ്യരംഗത്തെ സാന്നിധ്യമായ ക്ലൗഡ്സ് തിയേറ്റർ ഉടമകളുടെ താൽപര്യം പരിഗണിച്ച് ഡിജിറ്റൽ സിനിമാ രംഗത്തും പ്രവർത്തനം തുടങ്ങുന്നു. ക്ലോക്സ് എന്ന പേരിൽ തുടങ്ങുന്ന പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സിയാദ് കോക്കർ നിർവഹിച്ചു. കോക്സ് സിസ്റ്റത്തിന്റെ ലോഗോ G സുരേഷ് കുമാർ പ്രകാശനം ചെയ്തു. ലിബർട്ടി ബഷീർ, PV ജോസഫ് എന്നിവർ സംസാരിച്ചു.
മലപ്പുറം കരുളായി ഇനി ആദർശ ഗ്രാമം. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടും അപകട ഇൻഷുറൻസും നൽകി രാജ്യത്തിന് കരുളായി പഞ്ചായത്ത് മാതൃകയായി. കേന്ദ്ര സർക്കാരിന്റെ സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബാണ് കരുളായിക്ക് പുതിയ മുഖം നൽകുന്നത്. റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ ഇളവ് വരുത്തിയതിനെ തുടർന്ന് SBTയും പലിശ നിരക്ക് കുറച്ചു. നിലവിലുള്ള 10.15% നിന്ന് 9.95%ആയാണ് പലിശ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഒക്ടോബർ 5 മുതൽ കുറഞ്ഞ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് SBT അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യയുടെ A1967 വിമാനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. 6:10 പുറപ്പെടേണ്ട വിമാനം നാളെ മുതൽ 24-ാം തീയതി വരെ 7:40 പുറപ്പെടുകയെന്ന് അധികൃതർ അറിയിച്ചു. ചെന്നൈ തിരുവനന്തപുരം A1967 വിമാനം 5:30 പുറപ്പെടും. സാങ്കേതിക കാരണങ്ങളാലാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത്.